ചന്ദ്രനിൽ മനുഷ്യൻ കാലുത്തി, ചൊവ്വയിൽ ഒരുപാട് റോവറുകൾ അയച്ചു. എന്നാൽ ഇതുവരെ മനുഷ്യന് പൂർണ്ണമായിട്ടും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ലോകമുണ്ട്. അത് വേറെ ഏതെങ്കിലും ഗ്രഹങ്ങളിലോ നക്ഷത്രങ്ങളിലോ ഒന്നുമല്ല, നമ്മുടെ ഭൂമിയിൽ തന്നെയുള്ള 70% പരന്നു കിടക്കുന്ന നമ്മുടെ സമുദ്രങ്ങളാണ്. നമുക്കറിയാം, സമുദ്രം എന്ന് പറയുന്നത് വളരെ ആഴമേറിയതാണ്. അതേപോലെ തന്നെ നല്ല ഇരുട്ടാണ് താഴേക്ക് പോകുന്നതും. മാത്രമല്ല, ആഴങ്ങളിലേക്ക് നമ്മൾ പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ വലിയ പ്രഷർ കാരണം നമുക്ക് അതിന് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ട് മനുഷ്യന് ഒരു പരിധിക്കപ്പുറം കടലിനെ എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. AI സഹായത്തോടു കൂടി ഒരു പരിധി വരെയൊക്കെ നമുക്ക് കടലിനെ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള അണ്ടർ വാട്ടർ ഡ്രോണുകൾ ഉപയോഗിച്ച് കടലിന്റെ താഴെ തട്ടിലേക്കൊക്കെ ചെന്നിട്ട് അവിടെ മാപ്പിംഗ് കൃത്യമായിട്ട് ചെയ്യാനും അതുപോലെ തന്നെ അവിടെയുള്ള പുതിയ ജീവജാലങ്ങളെ കുറിച്ച് പഠനം നടത്താനും കടലിന്റെ താഴെയുള്ള ഒരു കാലാവസ്ഥ എങ്ങനെയാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത്തരം റോബോട്ടുകൾക്ക് ക്ഷീണവും ഭയമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരെ ഏത് കഠിന സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്തിയിട്ട് കടലിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ പറ്റും. മനുഷ്യനറിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ കടലിൽ മറിഞ്ഞെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ബർമുഡ ട്രയാങ്കിളൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഭാവിയിൽ ടെക്നോളജിയുടെ സഹായത്തോട് കൂടിയിട്ട് മനസ്സിലാക്കാനും കടലിലുള്ള രഹസ്യങ്ങളെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനും നമുക്ക് സാധിക്കട്ടെ.